പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ ബീഹാറിലെ ഗയയിൽ ഉദ്ഘാടനം ചെയ്യും. ഗംഗാനദിക്ക് മുകളിലൂടെ പട്നയെ ബഗുസരായിയുമായി ബന്ധിപ്പിക്കുന്ന പാലം ഉൾപ്പെടെയാണ് പദ്ധതികൾ. രാഹുലിന്റെ വോട്ടർ അധികാര യാത്ര തുടരുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്നത് ശ്രദ്ധേയമാണ്. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദഗോപൻ, ബീഹാറിൽ ഇന്ന് 13,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. പ്രധാനമായും നഗരവികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതികളാണ് വരാൻ പോകുന്നത്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി ബീഹാറിൽ എത്തിയതിന് വലിയൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. ബീഹാറിൽ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അവിടെ വോട്ടധികാർ യാത്ര തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. സ്വാഭാവികമായും വളരെ കൃത്യമായ രാഷ്ട്രീയ പ്രസ്താവനകൾ പ്രധാനമന്ത്രിയിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയില്ലേ നന്ദൻ? നിലിമ, ബീഹാറിലെ ഗയയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരിപാടി ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഏതാണ്ട് 13,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടിയിൽ കർമ്മവും പ്രധാനമന്ത്രി നിർവഹിക്കും. 2 ട്രെയിനുകളുടെ ഉദ്ഘാടനം, ഫ്ലാഗ് ഓഫ് കർമ്മവും പ്രധാനമന്ത്രി നിർവഹിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ വിവിധ ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം, ഒപ്പം തന്നെ 12,000 പേർ നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന 12,000 പേരും 4,260 പേർ ഗ്രാമീണ മേഖലയിലുള്ള 4,260 പേർക്കും ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ഉൾപ്പെടുത്തി പുതിയ പാർപ്പിടം നൽകുന്നതിന്റെ താക്കോൽദാനത്തിന്റെ ഉദ്ഘാടന കർമ്മവും പ്രധാനമന്ത്രി നിർവഹിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വിവിധ പാലങ്ങൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഉത്തര ബീഹാറിനെയും തെക്കൻ ബീഹാറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ്. ഇതിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നീലിമ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു വേദിയിലേക്കാണ് പ്രധാനമന്ത്രി ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഒപ്പം തന്നെ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറുണ്ട്, ബീഹാറിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ഒപ്പം തന്നെ NDAയുടെ വിവിധ നേതാക്കളും ഈ വേദിയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട്. സ്വാഭാവികമായും രാഹുലിന്റെ ഈ ബീഹാറിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും പ്രധാനമന്ത്രി ഇന്ന് മറുപടി പറയും എന്ന് കരുതേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ബീഹാറിൽ വലിയൊരു സദസ്സാണ് ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ സദസ്സിന് മുന്നിൽ വെച്ചിട്ട് കോൺഗ്രസ് നടത്തിയ വോട്ട് ചോരി ആക്ഷേപങ്ങൾക്കുള്ള മറുപടി പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുമുണ്ടാകും. പ്രത്യേകിച്ച് നമുക്കറിയാം, CSDSന്റെ ഭാഗത്തു നിന്നുമുള്ള തെറ്റിദ്ധാരണാജനകമായ ചില വാർത്തകളുടെ അടിസ്ഥാനത്തിലായിരുന്നു കോൺഗ്രസ് വലിയ രീതിയിൽ വോട്ട് ചോർ എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചത്. ഈ ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് CSDS തന്നെ വ്യക്തമാക്കുകയും പിന്നീട് മാപ്പപേക്ഷയുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴും കോൺഗ്രസ് ഈ വോട്ട് എന്നുള്ള അല്ലെങ്കിൽ വോട്ട് കൊള്ള എന്നുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയർത്തി തന്നെ നിലനിന്നിരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ഇന്നിപ്പോൾ ഇതിനെതിരെ കർശനമായ മറുപടി പറയേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ പറയുമെന്ന് വേണം അനുമാനിക്കാൻ. ഏതായാലും വലിയൊരു സദസ്സാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയെ ശ്രമിക്കാനെത്തിയിരിക്കുന്നത്. 13,000 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കൽ ഇടിയിൽ കർമ്മവുമാണ് ഇന്നിപ്പോൾ ബീഹാറിലെ ഗയയിൽ പ്രധാനമന്ത്രി നിർവഹിക്കാൻ പോകുന്നത്. നീലും നന്ദഗോപൻ, അവിടെ ആ ദൃശ്യങ്ങൾ നമുക്ക് നോക്കിയാൽ അറിയാം, വലിയ തിരക്കാണ്. നിരവധി 10,000-കണക്കിന് ആളുകളാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാൻ അവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തൊക്കെയോ കൃത്രിമങ്ങൾ കാണിച്ചു, വോട്ട് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള അതീവ ഗുരുതരമായ ആരോപണങ്ങൾ പ്രതിപക്ഷം മുന്നോട്ട് വെച്ച സാഹചര്യം. CSDS ഇത് അവർക്ക് വന്ന തെറ്റാണ്, അത്തരത്തിൽ ഒരു ഡാറ്റ അനലൈസ് ചെയ്തതിൻ്റെ മിസ്റ്റേക്കാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടും ഈ വോട്ട് അധികാര യാത്രയുമായി രാഹുൽ ബീഹാറിൽ പര്യടനം നടത്തുകയാണ്. ഈ രാഹുൽ കടന്നു പോകുന്ന വഴികൾ ശ്രദ്ധിച്ചാൽ അറിയാം, പൂർണ്ണമായും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് രാഹുലിൻ്റെ വോട്ടധികാർ യാത്ര. ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിലേക്ക് രാഹുൽ കടന്നു ചെല്ലുന്നതേയില്ല. അപ്പോൾ വളരെ കൃത്യമായി ഒരു ഡിവൈസീവ് പൊളിറ്റിക്സ് വളരെ കൃത്യമായി രാഹുൽ ബീഹാറിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനുള്ള മറുപടി ഈ ജനസഞ്ചയത്തിന്, ഈ തിങ്ങിക്കൂടിയിരിക്കുന്ന 10,000-കണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ച് പ്രധാനമന്ത്രി രാജ്യത്തോട് തന്നെ പറയാൻ പോവുകയാണ്. അത്തരത്തിൽ ഉള്ള പ്രഖ്യാപനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാമോ ഇന്ന്? ബീഹാറിലെ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം, ആ തീവ്ര പരിഷ്കരണത്തിന് എങ്ങനെയാണ് സാഹചര്യം ഒരുങ്ങിയത് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ സുപ്രീം കോടതിയിലടക്കം വ്യക്തമാക്കിയിരുന്നു. അതായത് വലിയ രീതിയിൽ അനധികൃതമായി അവിടെ വോട്ടർ പട്ടികയിലേക്ക് ആൾക്കാരെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതര രാജ്യങ്ങളിൽ നിന്ന് വന്നവരെ പോലും, ബംഗ്ലാദേശിൽ നിന്നും നേപ്പാളിൽ നിന്നുമൊക്കെ മ്യാൻമാറിൽ നിന്നുമൊക്കെ എത്തിയവരെ പോലും അവിടെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. അതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ഉദ്ദേശമുണ്ട് എന്നുള്ളത് BJP നേരത്തെ തന്നെ ആരോപിച്ചിരുന്നതായിരുന്നു. അതായത് ഈ വോട്ടർ
വോട്ടർ പട്ടികയിലേക്ക് അനധികൃതമായി ഇത്തരം ആൾക്കാരെ ചേർത്തതിന് പിന്നിൽ അത് കോൺഗ്രസും അതേപോലെ തന്നെ RJD അടങ്ങുന്ന പ്രതിപക്ഷ സഖ്യമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നുള്ളതാണ് BJP വ്യക്തമാക്കുന്നത്. എൻ ബ്ലോക്കായി മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലെ വോട്ടുകൾ തങ്ങൾക്ക് വേണമെന്നുള്ള നിർബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിന്റെ ഭാഗത്തും അല്ലെങ്കിൽ ഇത്തരം പ്രതിപക്ഷ സഖ്യത്തിന്റെ ഭാഗത്തുനിന്നും ഇത്തരം ആരോപണങ്ങൾ അല്ലെങ്കിൽ ഈ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം അത് യഥാർത്ഥ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുവാനുള്ളതാണ് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ അവർ ഉന്നയിച്ചത്. ഇത്തരം കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ബീഹാറിൽ SIR വോട്ടർ പട്ടികയിൽ തീവ്ര പരിഷ്കരണം നടത്തുവാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർബന്ധിതമായത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. സുപ്രീം കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ ന്യായമുഖങ്ങൾ ഉയർത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സുപ്രീം കോടതിയിൽ ഈ ഒരു വിഷയത്തിൽ വിശ്വാസ്യതയ്ക്ക് എടുക്കുന്നു എന്നുള്ളത് സുപ്രീം കോടതി വ്യക്തമാക്കിയ സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴും ഇത്തരം വോട്ട് ചോർ അല്ലെങ്കിൽ വോട്ട് കൊള്ള എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ രാജ്യത്ത് ഇത്തരത്തിൽ തെറ്റായ പ്രചരണങ്ങൾ നടത്തുവാൻ വേണ്ടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയനിഴൽ നിർത്തുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന്റെ ഭാഗം കൂടിയാണ് ബീഹാറിൽ ഇപ്പോൾ രാഹുൽ നടത്തിയിരിക്കുന്ന വോട്ട് അധികാർ യാത്ര എന്നുള്ളതും ശ്രദ്ധേയമാണ്. നേരത്തെ നീലിമ സൂചിപ്പിച്ചപ്പോൾ തന്നെ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലാണ് കൂടുതലും ഈ വോട്ട് അധികാർ യാത്ര കടന്നു പോകുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുവാൻ ഇനി മാസങ്ങൾ മാത്രം ശേഷിക്കെ സ്വാഭാവികമായും മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ BJP ഒറ്റപ്പെടുത്തി അവിടെ BJP വോട്ട് ചോർച്ച നടത്തുന്നു അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഈ തീവ്ര പരിഷ്കരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ത് പറയാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് രാജ്യം ഈ വിഷയത്തിൽ ഉറ്റുനോക്കുന്നത്. നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലെത്തിയിരിക്കുകയാണ്. 13,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ബീഹാറിൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്.